കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും അവിടുത്തെ മരണവും അത്യത്ഭുതകരമായിരുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അവിടുത്തെ ജനനത്തിന് മുന്നോടിയായി ജനിക്കുന്നതിന് 600-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകന്മാരിലൂടെ ദൈവം യേശുക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി ലോകത്തോട് വിളംബരം ചെയ്തിരുന്നു. ഉദാഹരണമായി യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. അതിൻ്റെ 6-ാമത്തെ വാക്യം: നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. താഴോട്ടുള്ള വാക്യങ്ങൾ വീണ്ടും അതേ സംബന്ധിച്ചുള്ളതായ പ്രവചന ഭാഗങ്ങളാണ്. ചില പ്രവാചക വാക്യങ്ങൾ സുവിശേഷങ്ങളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്, കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ. അങ്ങനെ പ്രവാചക വാക്യങ്ങൾ വിവിധ സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ ജനനത്തിന് ദീർഘവർഷങ്ങൾക്ക് മുൻപ് തന്നെ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ അവിടുത്തെ വരവിനെ സംബന്ധിച്ചുള്ളതായ പ്രവചനങ്ങൾ ലോകത്തിൽ ദൈവാത്മാവ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രവാചക വാക്യങ്ങളെ തിരിച്ചറിഞ്ഞ, ശരിയാവണ്ണം ഗ്രഹിച്ചിരുന്ന ഭക്തന്മാരായിട്ടുള്ള ആളുകൾ കർത്താവായ യേശുവിൻ്റെ ജനനത്തെ കാണുവാൻ ആഗ്രഹിച്ചു, വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു എന്ന് തിരുവെഴുത്തിൽ കാണുവാൻ കഴിയും. അതിലൊരാളായിരുന്നു ശിമയോൻ. ശിമയോനെ സംബന്ധിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: യെരുശലേമിൽ ശിമയോൻ എന്നു പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടുണ്ടായിരുന്നു. അങ്ങനെ തിരുവെഴുത്തുകളെ നന്നായി മനസ്സിലാക്കിയ ഭക്തന്മാരായിട്ടുള്ളവർ ഓരോ ശിശുവും ജനിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ നോക്കി, ഇത് യേശു കർത്താവാണോ, പ്രവാചക ശബ്ദത്തിലൂടെ ദൈവം അരുളി ചെയ്തിരുന്ന ക്രിസ്തു ആണോ ഇത് എന്ന് വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ അരുളപ്പാട് ശിമയോനുണ്ടാകുന്നത്: കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുൻപേ നീ മരിക്കയില്ല എന്ന് പറഞ്ഞാൽ 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇതാ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കുവാൻ പോകുന്നുവെന്നുള്ള അത്ഭുതകരമായ സത്യം ശിമയോൻ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചതിന് ശേഷം ശിമയോൻ്റെ മനസ്സിലൊരു വലിയ ആകാംക്ഷയുണ്ടായിരുന്നു എന്ന് കരുതുന്നതിൽ തെറ്റില്ല. കാരണം ഓരോ ശിശുവും ജനിച്ചതായി കേൾക്കുമ്പോൾ ശിമയോൻ്റെ മനസ്സിൽ ഒരു വലിയ ആകാംക്ഷ ഉണ്ടാവുകയാണ്. ഇത് കർത്താവായ യേശുക്രിസ്തു ആണോ? 600 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞ ആ കർത്താവ് തന്നെ ആണോ ഈ ജനിച്ചിരിക്കുന്നത്? ഓരോ ശിശുവിൻ്റെയും മുഖം കാണുമ്പോൾ ശിമയോൻ ദൈവത്തോട് ചോദിക്കുകയാണ്: കർത്താവേ, ഇതാണോ അവിടുന്ന് അരുളി ചെയ്ത അത്ഭുതവാനായ ആ ശിശു? അങ്ങനെ യഹൂദ്യ ദേശത്ത് ജനിച്ചു വീഴുന്ന ഓരോ ശിശുവിൻ്റെയും മുഖം കാണുമ്പോൾ ശിമയോൻ ദൈവത്തോട് അറിയാതെ ചോദിക്കുകയാണ്: കർത്താവേ, ഈ ശിശു ആണോ അവിടുന്ന് അടിയനോട് അരുളി ചെയ്ത, നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ പ്രവചിച്ച ആ കർത്താവായ ക്രിസ്തു? ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം, നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വമായി നീ സകല ജാതികളുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന അവിടുത്തെ രക്ഷ. അപ്പോൾ ദൈവാത്മാവ് ശിമയോനോട് പറയും: അല്ല ശിമയോൻ, നീ കാത്തിരുന്നാട്ടെ. നിന്റെ ആയുസ്സിൽ നിന്റെ മരണത്തിന് മുൻപ് നിന്റെ കണ്ണ് കാണും എന്ന് നിന്നെ അറിയിച്ചിരിക്കുന്ന അത്ഭുതവാനായ ശിശു ഇതല്ല, നീ കാത്തിരുന്നാട്ടെ. അങ്ങനെ ഓരോ ശിശുവിൻ്റെ മുഖം കാണുമ്പോൾ ശിമയോൻ ആകാംക്ഷയോടെ നോക്കുകയും ദൈവത്തോട് ചോദിക്കുകയും ദൈവം ഇങ്ങനെ അവൻ്റെ ഹൃദയത്തിൽ മറുപടി നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് താൻ ദൈവത്തോടുള്ള ഭക്തിയിൽ വളരെ ശാന്തനായി വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ ഭാവനയിൽ ഇതൊന്ന് കാണാൻ ശ്രമിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം
25 മുതലുള്ള വാക്യങ്ങളാണ് ഇതിന് വിവക്ഷ. യേശുവിൻ്റെ ജനനത്തെ കാത്തിരിക്കുന്ന ശിമയോൻ ഓരോ ദിവസവും പ്രഭാതമാകുമ്പോൾ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, ഇന്ന് ആ ശിശുവിനെ കാണാൻ സാധിക്കുമോ? ഓരോ ദിവസവും താൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ സമയം ഉണർന്നു വരുന്നതായ നേരത്ത് വലിയൊരാഗ്രഹം മനസ്സിലുണ്ടാവുകയാണ്. ഇന്ന് ദൈവാലയത്തിലൊന്ന് പോകണം. സാധാരണയായി ആ ദിവസം പോകാറുള്ളതല്ല. എന്നാലും ഉള്ളിൽ ആരോ പറയുന്നത് പോലെ, ആരോ നിർബന്ധിക്കുന്നത് പോലെ ഇന്ന് ദേവാലയത്തിലേക്ക് പോകണം. ഇതെൻ്റെ ഭാവനയാണെങ്കിലും ദൈവവചനത്തിൽ അതിനടിസ്ഥാനമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. അതായത് യേശുവിൻ്റെ അമ്മയപ്പന്മാർ അവനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് വരുന്ന സമയത്ത് ദൈവാത്മാവ് ശിമയോനെ നിർബന്ധിച്ചു, നീ ദേവാലയത്തിലേക്ക് ചെല്ലുക. അങ്ങനെ ശിമയോൻ ആ കൃത്യസമയമായപ്പോൾ ദേവാലയത്തിലേക്ക് വരികയാണ്. ആത്മനിയോഗത്താൽ താൻ ദേവാലയത്തിലേക്ക് വരികയാണ്. ശിമയോൻ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ യേശുവിൻ്റെ അമ്മയപ്പന്മാർ ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുന്നതിന് വേണ്ടി ശിശുവുമായി ദേവാലയത്തിൻ്റെ ഉള്ളിൽ ശിമയോന്റെ അടുക്കലേക്ക് വരുന്നതായ സമയത്ത് ദൈവാത്മാവ് ശിമയോനോട് പറയുകയാണ്, ശിമയോൻ, നീ ദീർഘനാളുകളായി കാണാൻ ആഗ്രഹിച്ചിരുന്ന കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുൻപേ നീ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് അരുളി ചെയ്തിരുന്ന ആ ക്രിസ്തു ഇതാ നിന്റെ മുൻപിൽ വന്നിരിക്കുന്നു. ശിമയോൻ 2 കൈയും നീട്ടി ആ കൈക്കുഞ്ഞിനെ കൈകളിലേക്ക് വാങ്ങിയിട്ട് അതിൻ്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി, അഖിലാണ്ടത്തെ നിർമ്മിച്ച വലിയവനായ ദൈവം മനുഷ്യനായി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് കേവലം ഒരു മനുഷ്യ ശിശുവായി ഇതാ എൻ്റെ കൈകളിൽ ഇരിക്കുന്നു. കഴിഞ്ഞ 600-ൽ പരം വർഷങ്ങളായി പ്രവാചക ശബ്ദത്തിന് അനുസരണമായി ഭക്തന്മാർ കാണുവാൻ ആഗ്രഹിച്ച അതേ മുഖം, അതേ ശിശു ഇതാ എൻ്റെ കൈകളിൽ. ശിമയോന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. കുറെ നേരം അദ്ദേഹം മൗനമായി നിന്ന് കാണും. വീണ്ടും കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതാ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു ഈ എളിയവനായ എൻ്റെ കൈകളിൽ വന്നിരിക്കുന്നു. അല്പസമയത്തേക്ക് ശിമയോന്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞുപോയി. ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളി. തൻ്റെ മുൻപിൽ നിൽക്കുന്ന യോസേഫിനെയോ മറിയെയോ ദേവാലയത്തിലുള്ള മറ്റുള്ളവരെയോ യാതൊന്നിനെയും കാണാതെ ശിമയോൻ ശിശുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അറിയാതെ വിളിച്ചു പറയുകയാണ്, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. 33-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞതിൽ അവൻ്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു എന്നാണ്. അവിടുത്തെ ജനനം അത്ഭുതാവഹമായിരുന്നു. 6 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവം പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതിനനുസരണമായി ദൈവരൂപത്തിലിരുന്നവൻ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി കേവലം മനുഷ്യ ശിശുവായി ഭൂമിയിൽ ജനിച്ചു വീണു. ശിമയോൻ ഈ ശിശുവിനെ കൈകളിലേന്തി ആ മുഖത്തേക്ക് നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായെങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് അവിടുത്തെ തേജസ്സേറിയ മുഖം കാണുവാനും ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കുവാനും ഇടയായിത്തീർന്നു എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആ ദൈവം ഇന്ന് രാവിലെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടുത്തെ തിരുജനനത്തെ സംബന്ധിച്ച് പ്രവാചകന്മാരിലൂടെ അവിടുന്ന് അരുളി ചെയ്ത വചനം നിവൃത്തിയായപ്പോൾ കർത്താവിൻ്റെ ക്രിസ്തുവിനെ കൈകളിലേന്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയ ശിമയോനെപ്പറ്റി ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ശിമയോന് ദൈവം അതിനുള്ളതായ ഭാഗ്യം കൊടുത്തുവെങ്കിൽ കർത്താവെ, ഞങ്ങൾക്ക് ആ പുത്രനിലൂടെ വലിയവനായ ദൈവത്തിൻ്റെ അരികിൽ ചെന്ന് അപ്പാ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് സ്വപുത്രത്വത്തിൻ്റെ ആത്മാവോടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള അനുവാദം നൽകിത്തന്ന വലിയ ദൈവകൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ ധൈര്യത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.
സുതൻ പശുശാ